വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഈ ഹോളിഡേയ്സിലൊക്കെ എവിടെയോ ഒരു ടൂറ് പോയിട്ടുണ്ട്. ആ ടൂറ് പോയ സ്ഥലം വാഗമണ്ണാണ്. അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഈ നല്ല പച്ചപ്പും കല്ലും നല്ല രസമാണ്. ഇവിടെ ആദ്യം ഞങ്ങളിങ്ങോട്ട് വന്നപ്പോൾ ഒന്നും ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി ഇവിടെ വന്നപ്പോൾ. നിങ്ങളും ഈ കൊറോണയൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് ഇങ്ങോട്ടൊക്കെ വരണം കേട്ടോ. നല്ല രസമാണ് ഇതൊക്കെ. നല്ല ബ്യൂട്ടിഫുള്ളും പിന്നെ കുറേ തേയിലത്തോട്ടങ്ങളും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. മരങ്ങളെ കണ്ടോ, ഞാൻ ഇപ്പം ഇരിക്കുന്ന ഒരു പാറയിലൊക്കെ കമ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ പാറ, പിന്നെ ഇവിടെയൊക്കെ ചെറിയ 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 ചെടികളൊക്കെ ഉണ്ടായി നിൽക്കണു. നല്ല ബ്യൂട്ടിഫുള്ളാണ്, നല്ല വ്യൂ ആണ്. പിന്നെ ആരും പറിക്കാതെ കുറേ ഫ്ലവേഴ്സൊക്കെ ഇരിക്കണു. പിന്നെ ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, അത് തവളപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. തവളപ്പാറ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരണം കേട്ടോ. നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ ശരിക്കും ഇങ്ങോട്ട് വന്നത് പപ്പയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ പോയിരുന്ന സമയത്ത് ഞങ്ങൾ ഇതേപോലെ പച്ചപ്പും ഭയങ്കര സ്ഥലങ്ങളൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി ചെന്നാലോ, അങ്ങനെ അങ്ങോട്ട് വന്നതാണ്. നല്ല രസമാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങോട്ടൊന്ന് വരണം. ഭയങ്കര ഭംഗിയാണ്. പ്രകൃതിയെ തൊട്ടറിയാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. കണ്ടോ, നിങ്ങൾക്ക് കാണാം, അതൊക്കെ തേയിലത്തോട്ടങ്ങളാണ് തോന്നുന്നത്. ഇടയിൽ കൂടി ഇങ്ങനെ ഞങ്ങൾക്ക് ഇനിയും ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഉണ്ട്, അങ്ങോട്ടും പോകണം എന്നുണ്ട്. അതേ കണ്ടോ, അവിടേക്കൊക്കെ കുറേ മുകളിലേക്കും ഉണ്ട്. കുറേ വീടുകൾ അല്ല റിസോർട്ടുകളൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. നല്ല രസമാണ് ഇവിടേക്ക് ഇങ്ങനെ വന്ന്. എന്തോരം ആനിമൽസാണ്, കുറേ ആനിമൽസൊക്കെ. ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിയൊക്കെ കുറേ ആനിമൽസിനെ കണ്ടു. പിന്നെ ദേ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ കുഞ്ഞു ഫ്ലവേഴ്സ് നല്ല ഭംഗിയാണ്. അതൊക്കെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് അറിഞ്ഞേ പറ്റൂ. എന്നാലേ എന്തൊക്കെയുണ്ട് നമ്മുടെ രാജ്യത്ത് എന്നറിയാം. കുറച്ചൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. സൺഡേ ആണ് ഇന്നിപ്പോൾ. ഇത് അവിടെ നിന്ന് ഇപ്പുറത്തേക്കാണ് കേട്ടോ. ഇത് നമ്മൾ ഈ മുകളിലേക്ക് കയറണം. എനിക്ക് ഭയങ്കര ആഗ്രഹം മുകളിലേക്ക് കയറണം. നമുക്ക് പോവാം, പക്ഷെ ശ്രദ്ധിച്ച് പോകണം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി ഈ വഴി. പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുഞ്ഞു കുഞ്ഞു പുല്ലൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതേപോലെ ഇവിടെയും അയ്യോ മാസ്കും വെച്ചാണ്ട് കയറാൻ പറ്റുന്നില്ല. അപ്പം ഫൈനലി ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ കയറി വന്ന് ഇവിടേക്ക് കയറി വന്നു. ഇവിടെയൊക്കെ ശ്രദ്ധിച്ച് വരണം. അവിടെ നിന്ന് എങ്ങാണ്ടൊക്കെ വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വരണം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, പെനിപ്പോവും. നമുക്ക് ഇനിയും കുറച്ചുകൂടെ ഉണ്ട്, കേരളമുണ്ട്. കുഞ്ഞു കുഞ്ഞു പുല്ലുകളും. അതുപോലെ ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് ഇവിടുന്ന് ഇവിടെയൊക്കെ നല്ല രസമാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കണം. എന്നാലും പ്രകൃതിനെ തൊട്ടറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നു. അത് നല്ല രസമാണ്.
നല്ല തണുപ്പും. കുഞ്ഞു കിളിയൊക്കെ കാണാനുണ്ടോ? എന്തോരം കിളികളും ട്രീസും എന്താ പാറക്കല്ലുകളും പിന്നെ പുല്ലുകൾ പാറക്കല്ലിന് വളർന്നതും ആനിമൽസൊക്കെ ഉണ്ടെന്നോ പശയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളിങ്ങോട്ട് വന്ന വഴി ഒരു കാളേനെയൊക്കെ കണ്ടു. ഇതാണ് നമ്മൾ നേരത്തെ നിൽക്കുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നീങ്ങി നല്ല രസമാണ് കേട്ടോ. നിങ്ങൾ സഞ്ചരിച്ചേക്കാളും ഏറ്റവും നല്ല സ്ഥലമാണ്. കുറച്ച് കുഞ്ഞു കൊച്ചുങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. എൻ്റെ അമ്മ ദേ അവിടെ കയറി വരാൻ ശ്വാസം മുട്ടിട്ട് കയറി വന്നു. പിന്നെ അവിടേക്കും കുറേ ഉണ്ട്. പിന്നെ അവിടെ കണ്ടോ അവർ കല്ല് ഇങ്ങനെ കുത്തി വെച്ചിട്ട് കുറേ വണ്ടികൾ. അതേ ഞാൻ ഇവിടെ കല്ലൊക്കെ കയറി വന്നു. അപ്പോൾ പതിയെ ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് നിർത്താൻ പോവാ. വണ്ടൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഞാൻ എന്തായാലും താഴത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഞങ്ങൾ ഈ വഴി ഇങ്ങനെ വന്നു, ഇനി ഈ വഴി അങ്ങനെ. എന്നിട്ട് ഇനി ഞങ്ങൾക്ക് ഇറങ്ങണം. എന്നിട്ട് ഇനിയും അടുത്ത സ്ഥലങ്ങളൊക്കെ നോക്കണം. ഇനിയും സ്ഥലങ്ങളുണ്ട്. ഇനിയും നമുക്ക് കുറച്ചായിട്ട് പോവാം. കാരണം ഈ ഇപ്പോൾ കൊറോണയല്ല, കുറച്ച് സ്ഥലങ്ങളിലല്ലേ ഇനിയും ഉണ്ടായിരിക്കും സ്ഥലങ്ങൾ. ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇനി എന്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പത്തായി ബെല്ലൈക്കണും കൂടെ വരും. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കസിൻസിനും എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് ബെല്ലൈക്കൺ എന്തിനാണ് പ്രസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെയും പെട്ടെന്ന് നിങ്ങൾക്ക് അത് കിട്ടും. അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ വീഡിയോയും ഇടുന്നത് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഫുള്ള് സബ്സ്ക്രൈബ് ആവും. ഓക്കെ, അപ്പോൾ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഇട്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.